കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വീഡിയോ ഓൺ ചെയ്യാൻ കഴിയാവുന്നവർക്ക് വീഡിയോ ഓൺ ചെയ്യാം. നാം കഴിഞ്ഞ 2 ദിവസമായിട്ട് നാം ഈ വാക്യത്തിൽ, ഈ ഭാഗത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചായിരുന്നു. യേശുവിൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് പറയുന്ന വാക്കുകളാണ്. യേശു അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. ജീസസ് നെവർ റിക്വസ്റ്റിംഗ് ബട്ട് ഓൾവേസ് ഹി കമാൻഡിങ്. എഴുതി വെച്ചോണം. കർത്താവ് ഒരിക്കലും അപേക്ഷിക്കുന്നവനല്ല, യേശു കൽപ്പിക്കുന്നവനാണ്. വായ് യേശു രാജാതിരാജാവും കർത്താതി കർത്താവുമാണ്. യെശയ്യാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവിടുന്ന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു. പൗലൂസിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനിൽ കവിഞ്ഞൊരു വെളിച്ചം ഉള്ളവൻ. തൻ്റെ ലേഖനങ്ങളിൽ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, കർത്താവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. തീത്തോസിൻ്റെ ലേഖനത്തിൽ എഴുതുമ്പോൾ യേശുക്രിസ്തു മഹാദൈവമാണ് എന്ന് പൗലൂസ് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അഗ്നിജ്വാലയ്ക്ക് കണ്ണുള്ള ദൈവമാണ്, വെള്ളോട്ടിന് സദൃശ്യമായവനാണ്, 7 നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച ധരിച്ചിരിക്കുന്നവനാണ്. ഇപ്പം എവരി ഏറിയ കർത്താവിനെ കുറിച്ച് മോശ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അവൻ മേഘാരുടനായി വരുന്നു, ഏത് കണ്ണും അവനെ കൊത്തിത്തുളച്ചവരവനെ കാണും. അതിൻ്റെ പ്രവാചക വാക്യങ്ങളിലെല്ലാം ധാരാളം ക്രൈസ്റ്റിനെ ചൂണ്ടുന്ന ധാരാളം വാക്യഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന് യേശുവിൻ്റെ അമ്മ മറിയാണ് പറഞ്ഞത്. നമ്മൾ ഈ തിരുവെഴുത്തിൻ്റെ ഭാഗത്തിൽ വെച്ച് നോക്കുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രത്യേക സിദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ അമ്മ അവിടെ അത്ഭുതം ചെയ്ത് ആളുകളുടെ പ്രശ്നം പരിഹരിച്ചേനെ. അപ്പോൾ അമ്മയോട് അപേക്ഷിക്കുന്ന ആളുകൾക്കും ഇന്നും അന്നും എന്നും പറയാനുള്ളൊരു കാര്യം ഇതാണ്: ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം പിറന്നു വീഴേണ്ടതിന് വേണ്ടി എന്നെ ഒരു ഉപകരണമാക്കി എടുത്തു എന്നുള്ളതാണ്. എന്നാൽ എൻ്റെ വാക്കല്ല നിങ്ങൾ കേൾക്കേണ്ടത്, ക്രിസ്തുവിൻ്റെ വാക്കാണ്. യേശുവിൻ്റെ അമ്മ പറയുന്നത് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും. എനിക്ക് ഇന്ന് രാവിലെ സമയം നിങ്ങളോട് ഓർപ്പിക്കാനുള്ള ഒരു പ്രധാന കാര്യം, ആരുടെ വാക്കുകളെക്കാളും ഉപരി കർത്താവിൻ്റെ വാക്കുകൾക്ക് നമ്മൾ ചെവി കൊടുക്കണം. നിങ്ങൾക്കറിയാമല്ലോ, ഒരിക്കൽ യായിറോസ് തൻ്റെ അരികിൽ വന്നിട്ട് പറയുകയാണ്, കർത്താവിൻ്റെ മകൾ ദീനം പിടിച്ച് കിടക്കുക, അവിടെ വന്നെ മകളെ ഒന്ന് സൗഖ്യമാക്കണം, അവൾ മരിക്കാറായി കിടക്കുകയാണ്. കർത്താവ് ആ വാക്ക് കേട്ട് നേരെ അവിടേക്ക് പോകുന്ന വഴിയിലാണ് മോർ ദാൻ 12 years ബ്ലീഡിങ്ങിൻ്റെ രോഗം ബാധിച്ച ഏറിയ വൈദ്യന്മാരാൽ എല്ലാം ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായ സ്ത്രീ. അവൾ സമൂഹത്തിൽ അശുദ്ധയാണ്, വീട്ടിൽ അശുദ്ധിയാണ്. അപ്പോൾ ആ സമയത്ത് അവളുടെ ഫ്രീഡം എല്ലാം ലോക്ക്ഡാണ്. എങ്കിലും 12 വർഷം ബ്ലീഡിങ്ങിൻ്റെ അസുഖം ബാധിച്ച ഒരു സഹോദരിയുടെ ശാരീരിക അവസ്ഥ നഴ്സുമാർക്ക് അറിയാം, ഡോക്ടേഴ്സിന് അറിയാം. എത്ര അനീമിക്കായി കാണും, എത്രമാത്രം അവൾ ഡെയിലി ഭക്ഷണം എടുക്കേണ്ടി വന്ന് കാണും.
ഇപ്പൊ ശരീരസന്നിധി മുഴുവൻ പ്രശ്നത്തിലാണ്. പ്രതീക്ഷയെല്ലാം പോയി. കാശുണ്ടെങ്കിൽ നമ്മൾ അറിയപ്പെട്ട ഡോക്ടേഴ്സിൻ്റെ അരികിലെല്ലാം പോകുന്ന സാധാരണമാണ്. ഓരോരുത്തരെയും ട്രീറ്റ്മെൻറ്റ് ബോഡിയിൽ വെച്ചു, എല്ലാം ഫെയിലിയറായി. അടുത്ത ആൾ പറയും ഇന്നടുത്ത് ഗലീലയിൽ ഒരു വൈദ്യനുണ്ട്, അങ്ങോട്ട് വയ്ക്കും. അത് പറയുമ്പം അവിടുത്തെ വൈദ്യൻ്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് പറയും ഇത് പൊക്കുന്നില്ല സഹോദരി, ഇനി എനിക്ക് പരിചയമുള്ള ശമരിയിലൊരു ഡോക്ടറുണ്ട്, വൈദ്യനുണ്ട്, അങ്ങോട്ട് വയ്ക്കും. അങ്ങനെ ധാരാളം വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അവൾ ഏറ്റവും പരവശയായി. ടോട്ടലി ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഉറങ്ങിയിട്ട് എത്രയോ രാത്രികളായി കാണും. രാവും പകലും മെൻ്റലി ടോർച്ചേർഡാണ്. അവളുടെ ജീവനെ അപകടത്തിലാക്കുന്ന രോഗമാണ് അവൾക്ക് പിടിപെട്ടത്. ഇപ്പൊ വൈദ്യന്മാർക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയമാണ്. അവരുടെ ബെസ്റ്റായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുത്തു. ഏറിയ വൈദ്യന്മാരുടെ അരികിൽ പോകണമെന്നുണ്ടെങ്കിൽ അതുപോലെ സാമ്പത്തികം വേണമല്ലോ. അങ്ങനെയുണ്ട് അവളുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കുന്ന, സ്വസ്ഥതയെ മുഴുവൻ നശിപ്പിക്കുന്ന ഈ രോഗം കഴിഞ്ഞ 12 വർഷമായി അവളുടെ പണം മുഴുവൻ, അവളുടെ ധനം മുഴുവൻ ഈ അസുഖത്തിന് വേണ്ടി ചെലവഴിച്ച് എല്ലാം കാലിയായി. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്തിലാണ് അഭിമാനിക്കാനുള്ളത്? ഒരു ചെറിയ പ്രശ്നം മതി എല്ലാം അവസാനിക്കാൻ, അല്ലേ? പക്ഷേ അതിന് പ്രത്യേകത നമ്മൾ കാണുന്നത്, അവൾ കഴിഞ്ഞ 12 വർഷമായി അനുഭവിച്ച പ്രശ്നം ഫൈനലി അവളെ എത്തിച്ചത് കർത്താവിൻ്റെ അരികിലാണ്. ഒരു ദൈവത്തിനോടുള്ള ബന്ധത്തിൽ, ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രശ്നവും ദൈവം കണ്ട ഒരാളാണോ, ആ പ്രശ്നത്തിൻ്റെ എൻഡിങ് വരുന്നത്, ഫുൾ സ്റ്റോപ്പ് വരുന്നത് ക്രൈസ്റ്റിലായിരിക്കും. അവിടെ വന്നാൽ പിന്നൊരു ഒപ്പീനിയനുള്ളൊരു സ്പേസ് ഇല്ല. ദാറ്റ് ഈസ് യുവർ ഫൈനൽ സൊല്യൂഷൻ സെന്റർ. പ്രൈസ് ഗോഡ്. ഏറ്റവും വലിയ ഫിസിഷ്യൻ അവിടുന്നാണ്, ഏറ്റവും നല്ല കാർഡിയോളജിസ്റ്റ് അവിടുന്നാണ്, ഏറ്റവും നല്ല ന്യൂറോളജിയുടെ ഹെഡ് അവിടാണ്, ഏറ്റവും ബെസ്റ്റ് സർജൻ ആൻഡ് ഫസ്റ്റ് സർജൻ തമ്പുരാനാണ്. ആദമിനെ സർജറി ചെയ്ത കർത്താവല്ലേ. ഫസ്റ്റ് ടൈലർ കർത്താവാണ്. കാരണം അവിടെ ആടിൻ്റെ കൊന്ന് അതിൻ്റെ വസ്ത്രം നെയ്ത് തമ്പുരാൻ കൊടുത്തെന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കർത്താവിൻ്റെ അരികിൽ വന്നപ്പോൾ പ്രശ്നം മാറി. മനുഷ്യരെ തൊടാൻ പാടില്ലാത്ത സ്ത്രീ, അവിടെ ഉള്ളിൽ വന്ന വിശ്വാസം ഇതായിരുന്നു, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ ഒന്ന് തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം കിട്ടും. ഈ വേദനയോട് ഒറ്റയ്ക്ക് ഓടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്, വലിയ പുരുഷാരമാണ്. എപ്പോഴും ഹീലിങ്ങിന് തടസ്സം പബ്ലിക്കാണ്, അല്ലെ കൂടെ നടക്കുന്നവർ പലപ്പോഴും തടസ്സമായിരിക്കാം. പക്ഷെ നമുക്കറിയാം സംഭവം, അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് കഴിഞ്ഞിരിക്കും. ഒറ്റപ്പെട്ട പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഡിവൈൻ ടച്ച്, പ്രൈസ് ഗോഡ്. നാം അവനെ തൊടുമ്പോൾ കർത്താവിൻ്റെ ശക്തി കൊണ്ട് നമ്മളെ തൊടുന്നു എന്നുള്ളതാണ്. സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നത് പോലെ വിശ്വാസത്തിൻ്റെ സ്വിച്ച് ഇട്ടാൽ നടക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഒരു ഹീലിംഗ് അവിടെ നടക്കുമ്പോഴാണ് യായിറോസും കൂടെ നടക്കുകയാണ്. യായിറോസ് കാണുന്നു. യേശു ഉടനെ ചോദിക്കുന്നത്, എന്നെ തൊട്ടതാരാണ്? പബ്ലിക്കിൻ്റെ കമൻറ്റുകൾ നിങ്ങൾക്കറിയാമല്ലോ, ശിഷ്യന്മാരുടെ കമൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഗുരു, എല്ലാവരും നിന്നെ തിക്കിത്തിരക്കി നടക്കുമ്പോൾ നിന്നെ തൊട്ടതാരെന്ന് ഈ വെറുതെ മടയത്തരമൊക്കെ എന്തിനായി പറയുന്നേ? കർത്താവിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. കർത്താവ് പറയുന്ന ഇതാണ്, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടതായി ഞാൻ അറിയുന്നു. ഓ, അപ്പം മുട്ടിയുരുമി നടന്ന എല്ലാവരിലും എന്താ പുറപ്പെടാഞ്ഞത്?
തട്ടിമുട്ടി പോകുന്നവരല്ലേ എല്ലാവരും. ബട്ട് നത്തിങ് ഹാപ്പൻഡ്. 12 വർഷമായി അവളെ അടിമുടി തകർത്തുകൊണ്ടിരുന്ന അവളുടെ പ്രശ്നം, ഓഹ് ജീസസ്, അവളെ ബ്രോക്കണാക്കിയ പ്രശ്നം. ഇതൊരു ചെറിയ പ്രശ്നമല്ലയോ, ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നാൽ അത് തീരാവുന്നേ ഉള്ളെന്ന് ആ തുടക്കത്തിൽ ചിന്തിച്ചത്. പക്ഷേ ദിവസങ്ങൾ ആഴ്ചകൾക്കും, ആഴ്ചകൾ മാസങ്ങൾക്കും, മാസങ്ങൾ വർഷങ്ങൾക്കും രോഗം വഴിമാറ്റി. സൊല്യൂഷൻ ഇല്ല. നാട്ടുകാരുടെ മുമ്പിൽ ചോദ്യം, ഇവർക്ക് എന്നും ബാധയാന്ന്. ഓരോ ദിവസവും അല്ലെ ഓരോ ആഴ്ചയിലും കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ അയൽവാസികൾ ചോദിക്കും, ഞാനൊരു നാടൻ പേരങ്ങിടുക, റാഹേൽ എന്നങ്ങ് വിളിക്കുക, ഒരു ഭാവന ഭാഷ, റാഹേലേ നീ എവിടെയാ പോകുന്നത്? ഇന്ന് ഞാൻ എടുത്ത എന്തു പറ്റി? ഓ, പഴയ വൈദ്യൻ പറഞ്ഞു ഇനിയൊന്നും ചെയ്യാനില്ല, അടുത്ത ആളിൻ്റെ അടുക്ക പോവുക. ഒന്ന് ചിന്തിച്ചു നോക്കി. അവളുടെ പ്രശ്നത്തിൽ അവളുടെ ജീവിതം വലഞ്ഞു. സൗരങ്ങളെ, കഷ്ടങ്ങൾ നമ്മളെ ദൈവത്തോട് അടുക്കുവാനായി, വേദനകൾ നമ്മളെ ദൈവത്തോട് അടുക്കുവാനായി, നാം പ്രതീക്ഷിക്കാത്ത ഉൾമുറിവുകൾ നമ്മളെ കർത്താവിനോട് അടുക്കുവാനായിട്ടാണ് അത് കാരണമായി പലപ്പോഴും ഒരു ദൈവം കണ്ട ദൈവത്തിനോടുള്ള ബന്ധത്തിൽ തീരുന്നത്. അപ്പൊ പരസ്യമായ ഒരു ടെസ്റ്റിമണി കർത്താവ് അവളെക്കുറിച്ച് പബ്ലിക്കിൽ പറയുകയാണ്, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ആളുകൾ യേശുവിൻ്റെ കൂടെ നടക്കുന്നെങ്കിലും വേറെ ആരിലും ദൈവശക്തി അവിടെ അവനിൽ നിന്ന് പുറപ്പെട്ടില്ല. വൈ? അവരെല്ലാം കാണാനും കേൾക്കാനും നടന്നവരാ, അനുഭവിക്കാൻ നടന്നവരല്ല. യേശുവിനെ തൊടണം, അവനാൽ എനിക്കൊരു വിടുതൽ കിട്ടണം, അവന്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊട്ടാ മതി എന്നാഗ്രഹിച്ചു വന്നവളുടെ ഉള്ളം കർത്താവ് കണ്ടു. നിയറർ ടു ഗോഡ്, ഫാർ ഫ്രം ഡെവിൾ. ദൈവത്തോട് അടുത്ത് ചെല്ലുന്തോറും നമ്മുടെ സകല ദുരിതങ്ങളിൽ നിന്നും പൈശാചിക മണ്ഡലങ്ങളിൽ നിന്നും നമ്മൾ അകലുകയാണ്. സ്തോത്രം. കർത്താവ് പരസ്യമായിട്ട് ചോദിക്കുകയാണ്, എന്നെ തൊട്ടതാരാണ്? രാവിലെ സമയം നമ്മുടെ ഉള്ളം കൊണ്ട് കർത്താവെ നിങ്ങളായിരിക്കുന്ന മുറിയിൽ, ഐ നീഡ് ദൈ പവർ ലോർഡ്, ഐ നീഡ് ദൈ ഗ്രേസ് ലോർഡ്, ഐ നീഡ് ദൈ ഹീലിംഗ് ലോർഡ്. ഉള്ളിൽ നിന്ന്, ഫ്രം ദ ഹാർട്ട്. വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹീലിങ്ങിനെ കുറിച്ച് ധാരാളം വാക്യങ്ങൾ ബൈബിളിലുണ്ട്. നമ്മുടെ ചിന്താവിഷയം അതിലേക്ക് മടങ്ങി വരട്ടെ. പ്രയർ റിക്വസ്റ്റുമായിട്ട് കടന്നു വന്ന യായിറോസ് കണ്ണാലെ കാണുന്നുണ്ട്. 12 വർഷത്തിനും ആയിട്ട് കാർന്ന് തിന്ന ഈ രോഗം കർത്താവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ ഹീലിംഗ് നടന്നു. യേശുവിൻ്റെ വാക്കിന് ശക്തിയുണ്ട്, യേശുവിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്, യേശുവിൻ്റെ വസ്ത്രത്തിന് ശക്തിയുണ്ട്. പബ്ലിക്കിന്റെ മുമ്പിൽ സംഭവിച്ച കാര്യങ്ങൾ, അവളുടെ പാസ്റ്റ് ലൈഫ് ഷോർട്ടായിട്ട് യേശുവിന് മുന്നിൽ പറഞ്ഞ് കർത്താവ് അവളെ ആശ്വസിപ്പിക്കുന്നു, അവളെ ധൈര്യപ്പെടുത്തുന്നു, അവൾക്ക് സ്വസ്ഥത നൽകുന്നു. എ കംപ്ലീറ്റ് ഹീലിംഗ്, full of peace and joy and happiness. കർത്താവ് സന്തോഷവും സമാധാനവും സ്വസ്ഥതയും നൽകി അവളെ അയക്കുന്നു. അത് കണ്ട് ആനന്ദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ യായിറോസിന്റെ വീട്ടിൽ നിന്ന് തൻ്റെ ദാസൻ വന്ന് പറയുകയാണ്, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, ബാലൻ മരിച്ചുപോയി. ഒരു മിറക്കിൾ കണ്ട് സന്തോഷിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ബാഡ് ന്യൂസ് കേൾക്കുന്നത്.
തൻ്റെ മനസ്സ് തളർന്നു. കാരണം ഏക മകളാണ്. സ്തോത്രം. പക്ഷെ അത് യേശു കേട്ടിട്ട് പറയുന്നത് എന്താ? അവരുടെ വാക്ക് കാര്യമാക്കണ്ട. യേശുവിൻ്റെ അമ്മ പറയുന്നത് എന്താ? അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്തോ. നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ, നമ്മുടെ ഐ കോണ്ടാക്ട് ഡയറക്റ്റ് കർത്താവിൽ തന്നെ പതിയണം. നിങ്ങളുടെ മനസ്സിനെ നീറ്റുന്ന വിഷയങ്ങൾ സറൗണ്ടിങ്ങിൽ ഇങ്ങനെ വെയ്വായി വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുകയും നിങ്ങൾ കാണുകയും ചെയ്യും. എന്നാൽ യേശുവിൻ്റെ കൂടെയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ, നീ റിക്വസ്റ്റ് ചെയ്ത വിഷയത്തിന് വേണ്ടി യേശു നിന്റെ കൂടെ വരാൻ തയ്യാറായെങ്കിൽ, ഡെഫിനറ്റ്ലി യു വിൽ സീ ഹിസ് മിറക്കിൾസ്. കർത്താവ് അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, കൊഴലൂതുന്നവരുണ്ട്, കരയുന്ന ഒരു ടീം തന്നെ അവിടെ ഉണ്ട്. അവരെല്ലാം യേശു പുറത്താക്കും. കാരണം അവർ പാടി തീർക്കുകയാണ്. അവസാനത്തെ പാട്ട് ആ കുഞ്ഞിൻ്റെ പേരിൽ പാടി തീർക്കുകയാണ്. കർത്താവ് പബ്ലിക്കലി പറയുകയാണ്, ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അപ്പോൾ ആളുകൾ പരിഹസിക്കുക. കർത്താവിൻ്റെ കയ്യിലാണ് ജീവനും മരണവും. പക്ഷെ പബ്ലിക്കിന് അത് അറിയില്ലല്ലോ. ജനം പറഞ്ഞത് സത്യമാണ്. സ്തോത്രം. പക്ഷേ മരണത്തിന്മേൽ അധികാരമുള്ളവൻ അകത്ത് കയറി പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും അകത്തോട്ട് കൊണ്ടുപോയിട്ട് ആ യായിറോസ് കാണെ ആ കുട്ടിയുടെ കൈക്ക് പിടിച്ചിട്ട് ഒറ്റ വേർഡ് പറയുന്നു, ബാലയെ എഴുന്നേൽക്ക. അവൾ എഴുന്നേറ്റു. സ്തോത്രം. യേശു കാര്യമാക്കാത്ത കാര്യങ്ങൾ ഒരു ദൈവം ഇതിൽ കാര്യമാക്കരുത്. നിങ്ങളോട് ദൈവം പ്രോമിസ് ചെയ്ത കാര്യങ്ങളുണ്ടോ? ആ വാഗ്ദത്തത്തിന് മുൻപ് പിൻപോ നിങ്ങളുടെ മാനസികമായ നിലയിൽ, ശാരീരികമായ നിലയിൽ, ഭൗതികമായ നിലയിൽ, സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി അപ്രതീക്ഷിത സമയത്ത് നേരിട്ടു എന്ന് വരാം. പക്ഷെ വാക്ക് പറഞ്ഞ കർത്താവിൻ്റെ വാക്കെന്താണ്? നീ കാര്യമാക്കണ്ട, ഞാൻ കൂടെ ഉണ്ട്, ഞാൻ എല്ലാത്തിനും നിനക്ക് ആൻസറാണ്, ഞാൻ എല്ലാത്തിനും മതിയായവനാണ്. ഞാൻ നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശവും ഭൂമിയും മാറിയാലും എൻ്റെ വാക്ക് മാറുകയില്ല. So we must trust the God's promise. Unchangeable promise. Unchangeable promise. God's promise. ഈ രാവിലെ സമയം അതാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. സ്തോത്രം. അപ്പൊ യേശുവിൻ്റെ അമ്മ പറയുന്നു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും. യേശു പലപ്പോഴും പല സ്ഥലങ്ങളിലും പറഞ്ഞ വാക്കുകൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ഒന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഒരു അസൈൻമെന്റ് പോലെ ഞാൻ പറയുകയാണ്. ശുശ്രൂഷക്കാരോട് യേശു പറഞ്ഞ എന്താണ്? ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ. അവർ വക്കോളം നിറച്ചു എന്നുള്ളതാണ്. ആ ഒരു വാക്കാണ് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത്. Obeying is commandment. കുറച്ച് നിറച്ചു എന്നല്ല, പകുതി നിറച്ചു എന്നല്ല, മാക്സിമം വക്കോളം നിറച്ചു. സൗരങ്ങളെ, നമ്മളോട് കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഭാഗികമായി ചെയ്തിട്ട് ആൻസർ കിട്ടാൻ കാത്തിരിക്കുന്നവരുണ്ട്. പകുതി അനുസരിച്ചിട്ട് ബാക്കി കർത്താവ് എന്ത് ചെയ്യും എന്ന് നോക്കി കാത്തിരിക്കുന്നവരുണ്ട്. പക്ഷേ കർത്താവിനെ നമുക്ക് പരീക്ഷിച്ചിട്ട് കാര്യമില്ല. ദൈവപ്രവൃത്തി നടക്കത്തില്ല. എന്താണ്? നമുക്കറിയാം, ഒരു സ്ത്രീ കുഞ്ഞിനെ പ്രസവിക്കേണ്ടതിന് വേണ്ടി വേദന മണിക്കൂറുകൾ വന്നെന്ന് വരും. പക്ഷേ വിത്തിൻ 2 സെക്കൻഡ് ആ റൈറ്റ് ടൈം ആകുമ്പോൾ ആ കുഞ്ഞ് പുറത്തു വരുന്നു. സ്തോത്രം. ഇതുപോലെ നാം അനുസരിക്കുമ്പോൾ ഇച്ചിരി വേദന വന്നെന്ന് വരും. ദൈവ ഇഷ്ടം ചെയ്യുമ്പോൾ പ്രയാസം നേരിട്ടെന്ന് വരും.
അല്ലെങ്കിൽ വളരെ പ്രൈസ് കൊടുക്കേണ്ടി വരും. പക്ഷെ ദൈവം നമ്മളോട് ആവശ്യപ്പെട്ട കാര്യം എന്തൊക്കെയാണ് പരിശോധിക്കണം. വ്യാജ പ്രവാചകരുടെ വാക്കുകൾ കേട്ട്, വ്യാജമായ ഉപദേശങ്ങൾ കേട്ട്, എന്തെങ്കിലും ഇമോഷണലായിട്ടുള്ള സന്തോഷത്തിൽ പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. നമുക്ക് ഒരു നിമിഷം കൊണ്ടോ ഒരു ദിവസത്തെ ഉണർവല്ല സഹോദരങ്ങളെ നമുക്ക് ആവശ്യം, നിലനിൽക്കുന്ന ഉണർവാണ് ആവശ്യം. ആ നിലനിൽക്കുന്ന ഉണർവിന് കർത്താവിൽ വസിച്ചേ നിവൃത്തിയുള്ളൂ. കർത്താവിൽ വസിച്ചെങ്കിലേ കർത്താവിൻ്റെ സ്വഭാവം ഉണ്ടാവും. നിങ്ങൾ ആരുടെ കൂടാണ് നടക്കുന്നത്, അവരുടെ സ്വഭാവം ഉണ്ടാവും. നിങ്ങൾ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, അവരുടെ ജീവിതം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. വക്കോളം നിറച്ചു, അതിൻ്റെ മാക്സിമം. ഈ ദിവസങ്ങളിൽ ദൈവിക അനുസരണത്തിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട്, അല്ലെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ദൈവം ആവശ്യപ്പെട്ട് നശിപ്പിച്ചിട്ട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളെ അവശേഷിപ്പിക്കുന്ന ശൗലിൻ്റെ കാഴ്ചപ്പാടല്ല നമുക്ക് ആവശ്യം. നീ അമാലേക്യരെ മുഴുവൻ നശിപ്പിക്കണം. കാരണം അമാലേക്യര് നിവാസികൾ ദേശത്തിൻ്റെ പഴഞ്ചൊല്ലിൽപ്പെട്ടവരാണ്. അമാലേക്കിൻ്റെ മുമ്പാകെ നിൽക്കാവുന്നവനാർ. ഇസ്രായേൽ മക്കളെ ആക്രമിച്ച ജനതയായിരുന്നു. സ്തോത്രം. അപ്പൊ താനെ യുദ്ധത്തിന് പോയപ്പോൾ തനിക്കിഷ്ടമുള്ള കുറേയൊക്കെ മാറ്റി, ബാക്കിയുള്ളതിനെയൊക്കെ താൻ നശിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ ദൈവം വെറുക്കുന്നതിന്, ദൈവം നോ പറയുന്നതിന് നമ്മൾ നോ പറയണം. തമ്പുരാൻ യെസ് പറയുന്നതിന് നമുക്ക് യെസ് പറയാൻ പറ്റത്തില്ല. ഇന്നിന്ന കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അതിനുള്ള കൃപയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ അമ്മയായ മറിയ ശുശ്രൂഷക്കാരോട് പറഞ്ഞ പോലെ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവേ. അവർ വക്കോളം നിറച്ചു. Obeying is better than sacrifice. അനുസരിക്കുന്ന യാഗത്തേക്കാൾ നല്ലതാണ്. സ്തോത്രം. ഉയരത്തിലെ മഞ്ഞ് ചെറിയ ചെലന്തി വല തടയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കുഞ്ഞു കുഞ്ഞു മഞ്ഞ് തുള്ളികളെ ഗാർഡനുകൾക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പൊ ഉയരത്തിലെ അനുഗ്രഹങ്ങളെ ചെറിയ ചെറിയ കുറവുകൾക്കും ചിലപ്പോൾ തടഞ്ഞാൻ കഴിഞ്ഞെന്ന് വരും. ദൈവപ്രവൃത്തി കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവിനെ നമ്മൾ പൂർണ്ണമായി അനുസരിപ്പാൻ തയ്യാറാണ്. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തിന് മനുഷ്യരിൽ നിന്നൊരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിച്ചാൽ അവരെപ്പോഴും നിങ്ങളെ ഡിസ്കറേജ് ചെയ്യത്തേ. കാരണം ആ വിഷയത്തിൽ ദൈവികമായ ഇടപെടലുകൾ അവരിൽ നടക്കാത്തത് കൊണ്ട്, ദൈവം നിങ്ങളോട് ആവശ്യപ്പെട്ട കാര്യത്തിൽ ഉള്ള ദൈവിക പദ്ധതിയെക്കുറിച്ച് അവർക്ക് വ്യക്തമായി അറിവില്ലാത്തത് കൊണ്ടും, ദൈവം തൻ്റെ പ്രത്യേകമായ പദ്ധതിക്കായി നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അവർക്ക് തിരിച്ചറിയാത്തത് കൊണ്ടും, നിങ്ങളോടുള്ള അനുകമ്പയിലോ സ്നേഹത്തിലോ ഒക്കെ പല കാര്യങ്ങളും തടഞ്ഞു എന്ന് വരും. എന്നാൽ നിങ്ങൾ അനുസരണം എന്ന വിഷയത്തിന് വില കൊടുത്താൽ മാത്രമേ വിലപ്പെട്ടത് നിങ്ങൾക്ക് നേടാൻ കഴിയുള്ളൂ. അനുസരിക്കുക പ്രയാസമുള്ള കാര്യമാണ്, അത്ര എളുപ്പമുള്ള കാര്യമല്ല പല കാര്യങ്ങളും. എബ്രായ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം വായിച്ചാട്ടെ. ഹീബ്രു ചാപ്റ്റർ 5 വേഴ്സ് 8 എന്താ എഴുതിയിരിക്കുന്നത്? ഇംഗ്ലീഷിലും മലയാളത്തിലും ഒന്ന് വായിച്ചു നോക്കി ഐഡ സിസ്റ്റർ. എബ്രായ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. ബ്രദർ യെസ്, ശൈലം ഇംഗ്ലീഷിൽ വായിച്ചു നോക്കി. 5-ന്റെ എത്ര വാസ്റ്റർ? 8. Though he were a son, yet learned the obedience by the things which he suffered. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവനായി ഏവർക്കും നിത്യരക്ഷയിലൂടെ കാരണഭൂതനായി തീർന്നു. കർത്താവ് ദൈവത്തിന്റെ പുത്രനാ. ദൈവത്തിന്റെ പുത്രൻ എന്തോ പ്രത്യേക അനുസരണം. പുത്രനെങ്കിലും there is no concern. അനുഭവിച്ച കഷ്ടങ്ങളാൽ
അനുഭവിച്ച കഷ്ടങ്ങളാൽ. കർത്താവിൻ്റെ ഉപദേശമൊക്കെ നസ്രയത്തിൽ പറഞ്ഞു തുടങ്ങിയപ്പോൾ കർത്താവ് വളർന്ന കവർന്ന ഭൂമിയിൽ പള്ളിയിൽ ചെന്ന് പ്രസംഗമെല്ലാം ചെയ്തപ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം, കർത്താവ് പതിപോലെ ദൈവാലയത്തിൽ ചെന്നാണ് എഴുതിയിരിക്കുന്നത്. കർത്താവ് ആലയത്തിൽ പോകുന്ന ആളായിരുന്നു കേട്ടോ, കൂട്ടായ്മയ്ക്ക് പോകുന്ന ആളായിരുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം കൈക്കൊടുത്തപ്പോൾ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നതിനാൽ അവൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും ദൈവത്തിൻ്റെ പ്രസാദവും ഘോഷിപ്പാൻ അവൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നുള്ള ഭാഗം കണ്ടിട്ട് വായിച്ചിട്ട് കർത്താവ് പറഞ്ഞു, ഇന്ന് ഈ വചനം വായിക്കിൽ, ഇതിനാൽ ഇന്ന് നിവൃത്തി വന്നിരിക്കുന്നു. ഒയ്യോ, അവര് പല്ലുകടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനെ മറ്റൊരു ഭാഷാന്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്, അണലി ഒരു ഇരയെ പിടിച്ചിട്ട് പല്ലിനിടയിൽ വെച്ച് ചവയ്ക്കുന്നത് പോലെ ഉള്ള കലി അവർക്കുണ്ടായെന്ന അതിൻ്റെ യഥാർത്ഥ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നു. വീട്ടിൽ പ്രശ്നമായി, എല്ലാ ആഴ്ചയിലും ചർച്ച വന്നുകൊണ്ടിരുന്ന കൊച്ചനെ ഇപ്പൊ പറയാ ഇവൻ ദൈവമാണ്, ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ആള് ഞാനാണ്. ചർച്ച പ്രശ്നമുണ്ടായി. കർത്താവ് പാർത്ത ആ സ്ഥലത്ത് കുറച്ചാളുകളെ അവിടെ പാർക്കുന്നുള്ളൂ. എല്ലാ വീട്ടുകാർക്കും പരസ്പരം അറിയാം. കാരണം യോസഫിന്റെ മോനായിട്ട് പബ്ലിക്കിൽ അറിയുന്നത്. അമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇത് ദൈവപുത്രനാണ്. പക്ഷേ ദേശവും എല്ലാം പ്രശ്നമായി കഴിഞ്ഞപ്പോൾ സൗരന്മാർ പറഞ്ഞൊരു കാര്യം ചെയ്ത്, നീ ഇവിടം വിട്ടങ്ങ് പോകണം. അങ്ങനെ അവൻ നസ്രയത്ത് വിട്ടു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? കർത്താവിനെ പാർക്കാൻ സ്ഥലമൊന്നുമില്ല. യോഹന്നാൻ 7-ാം അധ്യായം അവസാന വാക്യവും 8-1 നിങ്ങൾ വായിച്ചാൽ എന്താ കാണുന്നതെന്ന് അറിയാമോ? അങ്ങനെ ശിഷ്യന്മാർ ഓരോരുത്തരും താൻ്റെ വീട്ടിലേക്ക് പോയി. അൻസി, എന്നിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? യേശുവോ ഒലിവ് മലയിലേക്ക് പോയി. യേശുവോ ഒലിവ് മലയിലേക്ക്. എന്നാലവൻ പതിപോലെ ദൈവാലയത്തിൽ ചെല്ലും. കർത്താവ് ഹോംലെസ് ആയിട്ടാ ജീവിച്ചത്. നമുക്ക് നിത്യഭവനം പണിത കർത്താവ് ഹോംലെസ് ആയിട്ട് ജീവിച്ചത്. ഒരു ശമരിയാക്കാരത്തെ രക്ഷിക്കാൻ 34 കിലോമീറ്റർ യേശു നടന്നു. സ്വന്തമായിട്ട് വാഹനമില്ലായിരുന്നു. യേശു ഈ ലോകത്തിൽ ഒന്നും മേടിച്ചിട്ടില്ല ആരുടെയെങ്കിലും. പക്ഷേ എല്ലാമുള്ളവൻ നമുക്ക് വേണ്ടി എല്ലാമായി തന്നു. കർത്താവിന് നല്ലപോലെ വിശന്നു. രാത്രി ഒന്നും കഴിക്കാൻ രാവിലെ ഓൾ നൈറ്റും കഴിഞ്ഞിട്ട് കർത്താവ് നടന്നിങ്ങനെ വരുമ്പോഴാണ്, അത്തിപ്പഴം ഉണ്ടല്ലോ, എന്നാ 2 പറിച്ച് നിന്നേക്കെന്ന് മാനുഷ്യമായി ചിന്തിച്ച് അടുത്ത് വന്നപ്പം ഇലയേ ഉള്ളൂ. ആ തഴപ്പ് കണ്ടാൽ ഭയങ്കര പുഷ്ടിയാണ്, അതിനകത്ത് നത്തി ഒന്നും കണ്ടി. കർത്താവ് പറഞ്ഞ്, ഇനി നീ കായ്ക്കണ്ട. ഈവനിങ് ആയപ്പത്തിന് ഉണങ്ങിപ്പോയി, നിപ്പിൽ ഉണങ്ങിപ്പോയി. അപ്പൊ കർത്താവ് ഒരുപാട് നടന്നു. വീടില്ലായിരുന്നു. കർത്താവിന് സമയത്ത് നല്ല ഭക്ഷണമൊന്നും കിട്ടിയില്ല. സ്തോത്രം. ഉറങ്ങാനുള്ള സൗകര്യങ്ങളില്ല. രാത്രി മഞ്ഞത്ത് കിടന്നു ഉറങ്ങുന്നേ. നാം പലപ്പോഴും നാം സമ്പന്നരാകേണ്ടതിന് അവിടുന്ന് ദരിദ്രനായി മാറി. സ്തോത്രം. പാട്ടുകാരൻ പാടുന്നുണ്ടല്ലോ, അല്ലയോ? ദരിദ്രനായി തീർന്ന ആ ഒരു കഥയെക്കുറിച്ച്, പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സോ മനസ്സാൽ. അറിയാമോ നിങ്ങൾക്ക് ആ പാട്ട്? പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സോ മനസാ, നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതു ചെറിയ സംഗതിയോ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതു ചെറിയ സംഗതിയോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ.
അപ്പോ നാം ശ്രേഷ്ഠത പ്രാപിക്കുവാൻ കർത്താവ് സഹനമുള്ളവനായി മാറി. നമ്മളെ അനുഗ്രഹിപ്പേണ്ടതിന് അവൻ നമുക്ക് ശാപമായി മാറി നമുക്ക് വേണ്ടി. അപ്പൊ കർത്താവ് ഇതെല്ലാം അനുഭവിച്ച ആളാ. എന്തിനാ? എബ്രായലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം എന്നെ പലപ്പോഴും ഒരുപാട് നോവിച്ച് കരഞ്ഞിട്ടുണ്ട്. എന്താണ്? പുത്രനെങ്കിലും there is no concern. ഓനാണല്ലോ എന്ന് വിചാരിച്ച് കംഫർട്ട് സോണിലൂടെ അല്ലേ പോയത്. അനുഭവിച്ച കഷ്ടങ്ങളാൽ each suffering made him as a obedient. അനുഭവിച്ച കഷ്ടങ്ങളാൽ അവൻ എന്ത് ചെയ്യുന്നു? ലേണിംഗ് ഹൗ ടു ഒബേ. മനസ്സിലായോ? ഓരോ കഷ്ടങ്ങളും അനുസരിക്കുവാനുള്ള പരിശീലനമാണ്. അവിടെ കംപ്ലൈന്റ് പറഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് രക്ഷപ്പെടാൻ നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് 119-ാം സങ്കീർത്തനം 71-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നത്. വായിച്ചാൽ, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് ഗുണമായി. എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലത് അനുസരിക്കുന്നിടം വരെ ആ വിഷയം നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അയ്യോ, ഭയങ്കര കേട്ടോ. ചില കാര്യങ്ങള് നമ്മുടെ പുറകേ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ പെയിൻഫുള്ളായി തീരാറുണ്ട്. സ്തോത്രം. അടുത്താ പറയുന്നത്, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. അപ്പൊ കഷ്ടത ആരംഭത്തിൽ ഗുണമല്ല. പക്ഷേ ദൈവ ഇഷ്ടം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇത് എനിക്ക് വളരെ ഗുണമായി. സ്തോത്രം. അപ്പൊ പെയിൻ, സഫറിങ്സ്, പ്രൈസ് ഗോഡ്. ഓരോരുത്തർക്കും കഷ്ടത, എൻ്റെ കഷ്ടത വെച്ച് റൊണാൾഡിനോ, റൊണാൾഡിന്റെ കഷ്ടത വെച്ച് ആൻസിക്കോ, ആൻസിയുടെ കഷ്ടത വെച്ച് ഷൈലയ്ക്കോ, സൗബ്രതിനോ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റുകയില്ല. പ്രൈസ് ഗോഡ്. ജസ്റ്റിസിന്റെ കഷ്ടത വെച്ച് വേറൊരാളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും അവരവരുടെ കഷ്ടതയാണ് വലുത്. പക്ഷെ നിങ്ങൾക്കറിയാമോ, നാം കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യർക്ക് നടപ്പല്ലാത്ത കഷ്ടത നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, അവൻ കഷ്ടതയോടുകൂടെ പോക്കുവഴിയും ഉണ്ടാക്കുന്നുവെന്നാണ് തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നത്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത കഷ്ടത നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്, അവൻ പരീക്ഷയോടുകൂടെ പോക്കുവഴിയും ഉണ്ടാക്കുന്നുവെന്നാണ് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിക്കുന്നു, തികഞ്ഞവനായിത്തീരും. നമ്മളെ തികവിലേക്ക് നയിക്കാനാണ് ഞാൻ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ, വേദനകൾ എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവഹിതത്തിന്റെ ട്രാക്കിലായി കഴിഞ്ഞു. ഞാൻ അനുഭവിക്കുന്ന കഷ്ടങ്ങളിൽ ദൈവം അറിയാതെയല്ല എന്നുള്ളൊരു ബോധ്യം നിങ്ങളെ ഭരിക്കുന്നെങ്കിൽ നിങ്ങൾ ആ ദൈവഹിതത്തിന്റെ ട്രാക്കിലായി കഴിഞ്ഞു. ഈ കഷ്ടതയുടെ പുറകിൽ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു വ്യക്തമായ ഉദ്ദേശമുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയെങ്കിൽ നിങ്ങൾ സേഫ് പ്ലേസിലായിരിക്കുക. ദൈവത്തിന്റെ സുരക്ഷിത കരങ്ങളിൽ നിങ്ങൾ ആയിരിക്കുകയാണ്. കാരണം അവിടെ ഒരു പണിയിൽ നടക്കുകയാണ്, ഒരു മെനയിൽ നടക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നാം അനുസരിക്കുമ്പോൾ, കർത്താവിന്റെ വാക്ക് കേട്ട ആ ദാസന്മാർ കൽപാത്രത്തിന്റെ വക്കോളം നിറച്ചു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ഒബേ ദ മാക്സിമം, ഒബേ ദ മാക്സിമം, ഒബേ ദ മാക്സിമം. അതാണ് പൂർണ്ണതയുള്ള ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയാൻ നമ്മൾ വായിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം 2 മുതൽ വായിക്കുമ്പോൾ, ഈ ലോകത്തിന് അനുരൂപം ആകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം, നന്മയും
പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ മനസ്സ് ഒതുക്കണം, രൂപാന്തരപ്പെടണം. സ്തോത്രം. കർത്താവിന്റെ ഇഷ്ടം മനസ്സിലാക്കണമെങ്കിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നാൽ പറ്റില്ല. മനസ്സിന് പുതുക്കം ഉണ്ടാക്കണം. ഇപ്പൊ ദൈവ ഇഷ്ടത്തിന്റെ തലത്തിൽ നമ്മളെ പാകപ്പെടുത്തിയെടുക്കാൻ, രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മൾ കടന്നു പോകുന്ന പെയിനായി നിങ്ങൾ ഒത്തിരി സ്തോത്രം ചെയ്യണം. എല്ലാ വേദനകൾക്കായി സ്തോത്രം ചെയ്യണം. എല്ലാ കണ്ണുനീരിനായി സ്തോത്രം ചെയ്യണം. കുടിപ്പാൻ കഴിയാത്ത കയ്പാണിത്, എനിക്ക് സഹിപ്പാൻ കഴിയാത്ത വേദനയാണിത് എന്ന് നിങ്ങൾ പറയും. സ്തോത്രം. കർത്താവിൻ്റെ ഇഷ്ടത്തിനായി നമ്മളെ പൂർണ്ണമായി സറണ്ടർ ചെയ്താൽ ആ പെയിൻ വിജയത്തിന് വഴിമാറും. ഒരു ചിന്തകൻ പറഞ്ഞത്, if there is no cross, there is no crown. If there is no pain, there is no gain. കുരിശില്ലെങ്കിൽ കിരീടമില്ല, വേദനയില്ലെങ്കിൽ വിജയമില്ല. സ്തോത്രം. ഇന്നത്തെ പെയിൻ നാളത്തെ ബ്ലെസ്സിങ്ങിനാണെന്ന് പറയണം. ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായി നമ്മളെ ഏൽപ്പിക്കാം. ഓരോ ദിവസവും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അവിടുത്തെ പദ്ധതിക്ക് നമ്മളെ പൂർണ്ണമായി സമർപ്പിച്ച്, ഡോക്ടർ വില്ലിഗ്രാം ഒരിക്കൽ പറഞ്ഞത്, നാം ഒരിക്കൽ സമർപ്പിച്ചു, സത്യമാണ്. പക്ഷേ ആ സമർപ്പണം പോരാ, ഓരോ ദിവസവും നമ്മളെ സമർപ്പിക്കണം. ഓരോ നിമിഷവും നമ്മളെ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ ഏറെ നന്ദി. അപ്പോൾ നാം കൂടുതൽ കൂടുതൽ ദൈവഹിതത്തോട് ചേർന്ന് വരികയാണ്. സ്തോത്രം. ഈ ലോകത്തിലെ പല പ്രശ്നങ്ങളും നമുക്ക് വലുതായി തോന്നുന്നത് എന്താണെന്ന് അറിയാമോ? കർത്താവിൻ്റെ ഇഷ്ടത്തിന് പ്രയോറിറ്റി കൊടുക്കാൻ നമ്മൾ സീരിയസ് ആകുന്നില്ല എന്നുള്ളതാണ്. സ്തോത്രം. കർത്താവിൻ്റെ ഇഷ്ടത്തിന് പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രാണനല്ലേ വലുത്. അത് വിലയേറിയതായി എണ്ണാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നിനോട് എന്താ താല്പര്യം വരുന്നത്? വരില്ല. സ്തോത്രം, സ്തോത്രം. ദൈവ ഇഷ്ടം ചെയ്താൽ നമുക്ക് വാഗ്ദത്തം പ്രാപിക്കാം. അതുകൊണ്ട് അവർ വക്കോളം നിറച്ചു എന്ന് വായിക്കുന്നത് പോലെ ദിവസങ്ങളിൽ അനുസരണം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ, കർത്താവ് ഇച്ഛിക്കുന്നത് എന്താണോ അത് തിരിച്ചറിഞ്ഞ് അതിനായി പ്രൈസ് കൊടുക്കാൻ, അതിനായി കംപ്ലീറ്റ്ലി സമർപ്പിപ്പാൻ നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് കൃപ നൽകട്ടെ. സമർപ്പണത്തിൽ കോംപ്രമൈസ് ഇല്ല. സ്തോത്രം. ആമേൻ. സ്തോത്രം, സ്തോത്രം. അത് ഈ ലോകത്തിന് അനുരൂപമായിട്ടല്ല, ഇവിടെയുമായിട്ട് കോംപ്രമൈസ് ചെയ്തല്ല. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോൾ നമ്മൾ ചിലതൊക്കെ വിടേണ്ടി വരും, ചിലതിനോടൊക്കെ നോ പറയേണ്ടി വരും, ചിലതിനെയൊക്കെ മാറ്റി നിർത്തേണ്ടത് വരും, ചിലതൊക്കെ നമ്മൾ ബോർഡർ ലൈൻ കീപ്പ് ചെയ്യേണ്ടി വരും. കാരണം ലോകമനുഷ്യൻ ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ലോകമനുഷ്യൻ പോകുന്ന പോലെ നമുക്ക് പോകാൻ പറ്റത്തില്ല. ലോകമനുഷ്യൻ പറയുന്ന എല്ലാ വാക്കുകളും നമുക്ക് പറയാൻ പറ്റത്തില്ല. ലോകമനുഷ്യർ കാണുന്ന എല്ലാം നമുക്ക് കാണാൻ കഴിയത്തില്ല. ലോകമനുഷ്യർ അനുഭവിക്കുന്ന എല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. അതിനർത്ഥം വൈ ഗോഡ് ഇന്റർഫിയറിങ് മൈ പ്രൈവസി, മൈ ഫ്രീഡം? അങ്ങനെയല്ല. നിനക്ക് വേണ്ടതെല്ലാം കർത്താവിൻ്റെ കയ്യിലുണ്ട്. നിന്റെ ആത്മീയ ജീവിതത്തിന്റെ താളം തെറ്റുന്ന വഴികൾ ദൈവം ബ്ലോക്ക് ചെയ്തെന്ന് വരും. നിന്റെ ആത്മീയ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയ്ക്ക് മാലിന്യമേൽക്കാൻ സാധ്യതയുള്ള സൗഹൃദങ്ങളെ ദൈവം മുറിച്ചു മാറ്റിയെന്ന് വരും. ദൈവ ഇഷ്ടത്തിന്റെ ആ പ്രോപ്പർ ചാനലിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോയി പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി കൊണ്ട് ആളുകൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ദൈവകരങ്ങളിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണെങ്കിൽ ഒരുപാട് മേഖലയിൽ ദൈവം നമ്മളെ വിടുമ്പോൾ നൊന്തെന്ന് വരും. ആ വേദന നമുക്കുണ്ടാകുന്നത് ദൈവ ഇഷ്ടത്തിന്റെ ട്രാക്കിൽ നിന്ന് നമ്മൾ അറിയാതെ മാറിപ്പോകുന്നുണ്ടാണ്. സ്തോത്രം. അപ്പോഴാണ് ദൈവം നമുക്ക് ബാലശിക്ഷ തരുന്നത്. ദൈവം തല്ലിക്കൊല്ലുന്ന ദൈവമൊന്നുമല്ല. പക്ഷേ ആ സ്നേഹത്തിന്റെ സ്പർശനവും തലോടലും ഒക്കെ നമുക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂട്ട് ദൈവം ക്ലിയർ ആകും. സ്തോത്രം. അത് ശീലിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പ്ലാൻ ഇതാണ്. എൻ്റെ ദൈവത്തിന് ഈ കാര്യം പ്രസാദമല്ല, ഇഷ്ടമല്ല. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് നമ്മുടെ ഇഷ്ടം വിട്ടു പോകുമ്പോൾ നമുക്ക് നോവുന്ന പോലെയാണ്.
കർത്താവ് തിരഞ്ഞെടുത്ത ഒരു ദൈവത്തിൽ കർത്താവിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് വഴിമാറുമ്പോൾ തമ്പുരാൻ്റെ ഉള്ളം വേദനിക്കുന്നത്. അതുകൊണ്ട് ശുശ്രൂഷകർ ചെയ്ത പോലെ നമുക്കും വക്കോളം നിറയ്ക്കാം. വക്കോളം നിറച്ചു കഴിഞ്ഞാൽ കർത്താവ് പറയും, ഇനിയും കൊണ്ടുപോയി വരുന്ന വഴിക്ക് കൊടുക്കേ. അതുവരെ ഇല്ലാത്ത മണം, അതുവരെ ഇല്ലാത്ത ഗുണം, അതുവരെ ഇല്ലാത്ത നിറം, അതുവരെ ഇല്ലാത്ത രുചി അവർ വക്കോളം നിറച്ച കൽപ്പാത്രത്തിലെ വെള്ളത്തിൽ കണ്ടതുപോലെ നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി ഒരു ബ്ലെസ്സിങ് ആയി മാറുവാൻ, അനേകരെ നിനക്ക് രുചിപ്പിക്കുവാൻ, അനേകരുടെ പന്തിഭോജനത്തിന് മുമ്പിൽ ഇരുത്തുവാൻ. സ്തോത്രം. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തെ ദൈവം ഉപയോഗിക്കാൻ വക്കോളം നിറച്ചവരെ പോലെ സമ്പൂർണ്ണ അനുസരണത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. ട്രെസ പ്രാർത്ഥിച്ചാട്ടെ. ഫൈനലി സാബ്രത് പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്. ട്രെസ സിസ്റ്റർ കേൾക്കാമോ? പ്രാർത്ഥിച്ചാട്ടെ. ഓക്കെ, പ്രാർത്ഥിക്കാൻ പറ്റും. ഇവിടെ തിരക്കായി പോയി ഫാസ്റ്റേ, ഞാൻ അതുകൊണ്ട് ലേറ്റ് ആയി പോയി അറ്റൻഡ് ചെയ്യാൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കർത്താവേ, ഞാൻ അവിടത്തെ സ്തുതിക്കുന്നപ്പാ, സ്തോത്രം ചെയ്യുന്നപ്പാ. കർത്താവേ, എന്റെ കുറവുകളെ ക്ഷമിക്കണേ. കർത്താവേ, എന്നോട് കരുണ തോന്നണേ അപ്പാ. അവിടുന്ന് കേൾപ്പിച്ച വചനത്തിനായി സ്തുതിക്കുന്ന കർത്താവെ, പൂർണ്ണമായി എപ്പോഴും കർത്താവിനെ ആശ്രയിക്കുവാൻ, കർത്താവിന്റെ ഹിതം അറിയുവാൻ, കർത്താവിന്റെ വഴിയിലൂടെ നടക്കുവാൻ കൃപ ചെയ്യണേ കർത്താവേ. ഞങ്ങൾ തിരിഞ്ഞു പോകുമ്പോൾ കർത്താവെ, ഞങ്ങളെ ബാലശിക്ഷ തന്ന് ഞങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരണേ അപ്പ. അവിടുന്ന് ഞങ്ങളുടെ കരം പിടിച്ചു കൊള്ളണമേ. ഈ ലോകത്തിന്റെ തിരക്കുകളിൽ പെട്ടുവിടലാതെ വണ്ണം കർത്താവെ, നിന്റെ പാദപീഠത്തിൽ എപ്പോഴും ചേർന്നിരിക്കുവാൻ, നിന്റെ ഹിതം അറിയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണേ കർത്താവേ. കർത്താവേ, ആ കേട്ട വചനം ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറണം. അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ കർത്താവേ, ഞങ്ങളെ അവിടുന്ന് കർത്താവിന്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടുത്തെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് മഹത്വം കരേറ്റുന്നു. സൂമിലായിരിക്കുന്ന ഓരോ മക്കളെയും യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേട്ട വചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അതിന് പ്രകാരം ജീവിതം ക്രമീകരിക്കുവാനുള്ള വലിയ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. ഈ വൈകിയ സമയത്ത് അടിയനും ഈ കൂട്ടായ്മയിലേക്ക് ഒന്ന് ഓടി വരുവാൻ, ഒരു വചനമെങ്കിലും എന്റെ ഹൃദയത്തിലെ സ്പർശിക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ സമയത്തിനായി സ്തുതിക്കുന്നപ്പാ. ഹല്ലേലൂയ. സ്തോത്രം. ഓരോ വ്യക്തി ജീവിതങ്ങളെയും, ഇത് കഴിഞ്ഞ് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവെ, നിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നപ്പാ. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഉള്ളങ്ങളോട് ഇടപെടണമേ. ഹല്ലേലൂയ. സ്തോത്രം. കുറവുകളെ ക്ഷമിക്കണേ കർത്താവെ. ഒരിക്കൽ കൂടി കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് മാപ്പ് ചോദിക്കുന്നപ്പാ. കുറവുകളെ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുയേശുവിന്റെ വാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല പിതാവേ, ഈ രാവിലെ രാത്രി സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിക്കാൻ തന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. കേട്ട നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങൾ മൂലം അനുസരണം പഠിച്ചുവെന്ന് ഹല്ലേലൂയ വചനം പറയുന്നില്ല. ഹല്ലേലൂയ കർത്താവേ, അങ്ങനെയെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളും കഷ്ടപ്പാടുകളും ഒന്നും മൈൻഡ് ചെയ്യാതെ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ഞങ്ങളെ ഓരോ കാര്യത്തിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കർത്താവേ. അതിന്റെ മുന്നേ പെറുക്കാനോ ഹല്ലേലൂയ മറ്റു യാതൊരു പിന്നാലെ പോകാനോ ഒന്നും ഇടവരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഹല്ലേലൂയ പിടിച്ച് ഹല്ലേലൂയ നിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ വീഴാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ നിന്റെ ചട്ടങ്ങൾ പഠിക്കുന്നത് ഹല്ലേലൂയ ആ കഷ്ടതയിലൂടെ ആണല്ലോ കർത്താവേ. അങ്ങനെയാണല്ലോ വചനം പറയുന്ന കർത്താവേ. ഹല്ലേലൂയ കർത്താവിന്റെ ചട്ടങ്ങളിൽ ഉറച്ചു നയിക്കാൻ ഹല്ലേലൂയ വക്കോളം നിറയ്ക്കാൻ പറഞ്ഞാൽ അത് അങ്ങനെ നിറയ്ക്കുന്ന ഹല്ലേലൂയ സ്വഭാവം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അനുസരിക്കാൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉയരത്തുന്ന ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവൻ
ശക്തി ഉയരത്തിന്മേൽ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ ഒരത്ഭുതം പ്രവർത്തിക്കണേ. ഹല്ലേലൂയ. പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, ആദിമ നൂറ്റാണ്ടിലെ പോലെ തന്നെ ഹല്ലേലൂയ അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും പാകപ്പെടുത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ, അല്ലെങ്കിൽ ഞങ്ങളെ വേദ വിദ്യാർത്ഥികളെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, അതുപോലെ ഞങ്ങളുടെ പാസ്റ്ററിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. എത്രയോ ദിവസം ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഹല്ലേലൂയ പഠിപ്പിക്കാനും ഒക്കെ ദൈവം കൊടുത്തിരിക്കുന്ന ആ കൃപയ്ക്കായി നന്ദി പറയുന്നു. സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങളുടെ മറന്നുപോയി. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ആ പ്രയർ ടൈമിന്റെ പണിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് എത്രയും വേഗം അതിന്റെ ഹല്ലേലൂയ ഈ വർഷം തന്നെ ആ പണി പൂർത്തിയാക്കത്തക്കണം. ഹല്ലേലൂയ. അത് ഏറ്റവും അനുഗ്രഹമായി തീരാൻ പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് 5 മാസം കഴിയുമ്പം യാതൊരു കാരണവശാലും അതിന്റെ ആ പൈസയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന അത് 4 മാസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ പൈസ ലഭിക്കുവാനും ഹല്ലേലൂയ അത് വേഗത്തിൽ അതിന്റെ പണികൾ പൂർത്തിയാക്കിയ ഈ 2025 തന്നെ ആ പ്രയർ അവിടെ ആരംഭിക്കാൻ തക്കണം. ദൈവം കൃപ ചെയ്യേണ്ടതിനെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവം അനുഗ്രഹിക്കുന്ന ഗ്രേറ്റ് മിഷനെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന പഠിപ്പിക്കുന്ന ഞങ്ങളുടെ ഹല്ലേലൂയ ദേവന്മാരെ എല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരു അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. സൂമിൽ കയറി വരും എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് ആസ്വാദം ചെയ്ത യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവിലെവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ